ഹൗസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ച് ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഗ്രാമറിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് കേട്ടോ. അതായത് വിശേഷൻ, അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ആളാണ്. അഡ്ജക്റ്റീവ് എന്താ എന്നൊക്കെ നമുക്ക് ഒരു ഏകദേശ ഐഡിയ ഉണ്ടാവും അല്ലെ. ആ ഐഡിയ വെച്ച് നമുക്ക് വിശേഷൻ പഠിക്കാം. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇതാരാണ് മിസ് ഒരു സാധനം എഴുതാവേ. നോക്കിക്കേ, ഹാൻസം ആര്? ഓഗി എന്ന് നമ്മൾ പറയാം അല്ലെ. എന്താണ്? ഹാൻസം ഓഗി അല്ലെ. ഇതിൽ നോക്കിക്കേ മക്കള്, ഹാൻസം ഓഗി. ഓഗിനെ കുറിച്ച് നമ്മൾ പറയാണല്ലേ. സുന്ദരനായിട്ടുള്ള ആര്? ഓഗി എന്ന് പറയാണല്ലേ. ഇതിൽ ഓഗി എന്ന് പറയുന്ന ഈ ഒരു ജീവിയെ അല്ലെ, ജീവി എന്താ പറയാ നമ്മളല്ലേ, ഈ ഒരു സാധനത്തിനെ എന്ത് ചെയ്യാണ്? നമ്മൾ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ എന്തോ ഒരു പ്രത്യേകത പറയാണ്. അതിന് നമ്മൾ ഹാൻസം എന്ന് പറയാം അല്ലെ. സുന്ദരനായിട്ടുള്ള ഓഗി അല്ലെ. അപ്പൊ ഈ ഒരു വിശേഷണമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, വിശേഷിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓഗിയെ നമ്മൾ വിശേഷിപ്പിച്ച ആ ഒരു വേർഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹിന്ദിയിൽ നമ്മൾ അതിന് എന്ത് പറയും? വിശേഷൻ എന്ന് പറയും. എന്ത് പറയും? വിശേഷൻ എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഡെഫിനേഷൻ നോക്കാം കേട്ടോ. നമുക്ക് നോക്കിക്കേ, കിസി വ്യക്തി, വസ്തു, സ്ഥാൻ आदि के रंग, स्वभाव, गुण, अवस्था, आकार को बताने वाली शब्द വിശേഷൻ कहलाती है. മകൾക്ക് എഴുതാൻ ചോദിക്കും കേട്ടോ. വിശേഷൻ എന്ന് പറയുന്നത് ഡെഫിനീഷൻ എഴുതാനുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുള്ള ഡെഫിനീഷൻ പഠിച്ചാൽ മതി. ഈ ഒരു ഡെഫിനീഷന്റെ മലയാളം മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കണം ഹിന്ദി കേട്ടോ. കിസി വ്യക്തി, കിസി വ്യക്തി എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെ. വ്യക്തി എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? വ്യക്തി എന്ന് വെച്ചാൽ പേഴ്സൺ എന്നാണല്ലേ അർത്ഥം. പേഴ്സൺ, ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെ, ഏതെങ്കിലും ഒരു പേഴ്സൺ. വസ്തു എന്ന് വെച്ചാൽ എന്താണ്? ഒബ്ജക്റ്റ് ആണ് അല്ലെ. എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനിന്റെ, സ്ഥാൻ എന്ന് വെച്ചാൽ എന്താണ്? പ്ലേസ് ആണ് അല്ലെ. അതിന്റെ രംഗ്, രംഗ് എന്ന് വെച്ചാൽ എന്താണ്? ആ രംഗ് എന്ന് വെച്ചാൽ കളറാണ്, നമുക്കൊക്കെ അറിയാം. സ്വഭാവം എന്ന് വെച്ചാൽ എന്താണ്? സ്വഭാവം അല്ലെ. ചീത്ത കുട്ടിയാണ്, നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയില്ലേ. സ്വഭാവം അല്ലെ. സ്വഭാവം ആവട്ടെ. ഗുണ പറയാണ്. ഇപ്പൊ ഹാൻസം ആണ് ഓഗി എന്ന് പറയുന്നുണ്ട്. സുന്ദരിയായ ടീച്ചർ, കണ്ടില്ലേ, സുന്ദരിയായ ടീച്ചർ അല്ലെങ്കിൽ സുന്ദരനായ കുട്ടി എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ഗുണമാണ് അല്ലെ. ഗുണ. അവസ്ഥ, അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ എന്താണ്? ബുഡാപ്പ എന്ന് വെച്ചാൽ എന്താണ്? വയസ്സായ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ബൂഡ ലടുക്ക എന്ന് നമ്മൾ പറയത്തില്ലേ അല്ലെ. ബൂഡ ആത്മി. ബൂഡ ആത്മി എന്ന് പറയുമ്പോൾ എന്താണ്? വയസ്സായിട്ടുള്ള മനുഷ്യനെ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ ഒരു അവസ്ഥയാണ് എന്ത്? വയസ്സായത് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരാളുടെ അവസ്ഥ അല്ലെങ്കിൽ എന്താണ്? ആക്കാർ അല്ലെ. ആക്കാർ എന്ന് വെച്ചാൽ എന്താണ്? ഷെയ്പ്പ് അല്ലെ. ഷെയ്പ്പ് ആണെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മള് ലംബി ബാൽ എന്ന് പറയില്ലേ. ലംബി ബാൽ എന്ന് വെച്ചാൽ എന്താണ്? നീണ്ട മുടി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിന്റെ ഷെയ്പ്പിനെ കുറിച്ച് പറയാണ്. ആക്കാർ എന്ന് വെച്ചാൽ ഷെയ്പ്പ് ആണ്. അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് പറയാം സ്റ്റേറ്റ് ആണ് അല്ലെ. ഒരു സ്റ്റേറ്റിന് പറയാം അല്ലെ. അപ്പൊ എന്താണ്? ഇത്രയും കാര്യങ്ങൾ ആരെ കുറിച്ച് നമ്മൾ പറയാണ്? ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്ലേസിനെ കുറിച്ച്, അതിന്റെ നിറത്തിനെ കുറിച്ചോ അതിന്റെ സ്വഭാവത്തിനെ കുറിച്ചോ ഗുണത്തിനെ കുറിച്ചോ സ്റ്റേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഷേപ്പിനെ കുറിച്ചോ നമ്മൾ പറയുകയാണെങ്കിൽ, ആ പ്രത്യേകതയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വിശേഷൻ കഹ്ലാത്തി ഹേ. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. കഹ്ലാത്തി ഹേ എന്ന് വെച്ചാൽ എന്താണ്? പറയുന്നു അല്ലെ. അപ്പൊ മക്കളൊന്ന് കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം അല്ലെ. ഗുണം വെച്ച് പറയുന്നതാണ് എന്ത്? സുന്ദർ ലടുക്ക അല്ലെ. സുന്ദരനായിട്ടുള്ള എന്ത്? ലടുക്ക, ആൺകുട്ടി. നോക്കിക്കേ, അടുത്ത രംഗ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയും? കാല ഡിബ അല്ലെ. കാല എന്ന് വെച്ചാൽ കറുത്ത എന്നുള്ള അർത്ഥമാണ്. ഡിബ എന്ന് വെച്ചാൽ എന്താണ്? ബോക്സ് അല്ലെ. കറുത്ത ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വിശേഷണമാണ് അല്ലെ. കാല എന്ന് പറയുന്നത് ഒരു വിശേഷണമാണ്. അതില് നോക്കിക്കേ, ബഡാ സ്ഥാൻ, വലിയ എന്ത്? സ്ഥാനം അല്ലെ. വലിയ എന്ന് പറയുന്നത്, ബഡ എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഒരു വിശേഷണമാണ് അല്ലെ. മിസ് വിശേഷണം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബഡ എന്ന് പറയുന്നത് ഇവിടെ ഒരു വിശേഷണമാണ് അല്ലെ. അടുത്ത് നോക്കിക്കേ, ഈമാൻദാർ മനുഷ്യ. ഈമാൻദാർ എന്ന് വെച്ചാൽ എന്താണ്? ഓണസ്റ്റ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓണസ്റ്റ് ആയിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള മനുഷ്യൻ, മനുഷ്യൻ എന്ന് പറയാണ് അല്ലെ. ഇതില് ഓണസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈമാൻദാർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിശേഷണമാണ്. അപ്പൊ വിശേഷണം എന്താ എന്നുള്ളത് മകൾക്ക് ഒരു ഏകദേശം കത്തിയിട്ടുണ്ടാവില്ല. എന്താണ്?
ഗുണ വെച്ച് നമുക്ക് പറയാം സുന്ദർ ലഡ്ക. കാല എന്ന് പറയുന്നത് ഒരു വിശേഷണമാണ്. ബഡ എന്ന് പറയുന്നത് ഒരു വിശേഷണമാണ്. ഈമാൻദാർ എന്ന് പറയുന്ന ഒരു വിശേഷണമാണ് അല്ലെ. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ കാര്യങ്ങള്. അതിൽ വിശേഷണം എന്താണ്, വിശേഷം എന്താണെന്ന് മക്കൾ അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, ജോ ശബ്ദ സഖ്യായ സർവനാം की विशेषता बताते हैं उन्हें विशेषण कहते हैं. അപ്പൊ വിശേഷനിൽ തന്നെ നമുക്ക് രണ്ടാൾക്കാരെ പഠിക്കാനുണ്ട്. ഒന്ന് വിശേഷൻ എന്താണെന്നുള്ളതും ഒന്ന് വിശേഷ്യ എന്താണ് എന്നുള്ളതും. ഉച്ചാരണ മക്കൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിക്കേ, ജോ ശബ്ദ് ഏത് വേർഡിനെയാണോ, ശബ്ദ് എന്ന് വെച്ചാൽ എന്താണ്, ശബ്ദമായി മക്കൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. വേർഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ശബ്ദ് എന്ന് ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, ജോ ശബ്ദ് ഏത് വേർഡിനെയാണോ, സഖ്യായ സർവനാമിക്ക് വിശേഷത ബത്താത്തേ ഹേ ഏത് വേർഡാണോ സഖ്യ. സഖ്യ എന്ന് വെച്ചാൽ എന്താണ്, നൗൺ ആണെന്ന് മക്കൾക്ക് അറിയാം. സർവനാം എന്ന് വെച്ചാൽ എന്താണ്, പ്രോനൗൺ ആണ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ എന്താണ്, സഖ്യ യാ സർവനാം അല്ലെ. സഖ്യ നൗണിന്റെയോ അല്ലെങ്കിൽ പ്രോനൗണിന്റെയോ വിശേഷത ബത്താത്തേ ഹേ വിശേഷതയെ കുറിച്ച് പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ വിശേഷണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒന്നുകൂടി മിസ് പറയാൻ നോക്കിയേ, ജോ ശബ്ദ് ഏത് വേർഡാണോ സഖ്യയുടെയോ സർവനാമിന്റെയോ വിശേഷതയെ കുറിച്ച് പറയുന്നത് അതാണ് വിശേഷണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മക്കൾ ഒന്ന് ശ്രദ്ധിച്ചു കാണാ, ബ്ലൂ കുപ്പി അല്ലെ, ബോട്ടിൽ എന്താണ്, ബ്ലൂ ബോട്ടിലാണ് എന്ന് നമ്മൾ പറയാം അല്ലെ. അപ്പൊ ബോട്ടിലാണ് നമ്മുടെ എന്ത്, സഖ്യ എന്ന് പറയുന്നത്. നമ്മൾ ബോട്ടിലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്, ബ്ലൂ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ബ്ലൂ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ബ്ലൂ എന്ന് പറയുന്നതാണ് എന്ത്, വിശേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ബോട്ടിൽ ആരായിരിക്കും, ബോട്ടിൽ ആരായിരിക്കും എന്നുള്ള ഒരു ഡൗട്ട് മക്കൾക്ക് വരുന്നില്ലേ. ഈ ബോട്ടിലിനെയാണ് നമ്മൾ വിശേഷ്യ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളെ, ബ്ലൂ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്താണോ അത് വിശേഷൻ, എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് വിശേഷ്യ എന്ന് പറയുന്നത്. ഡെഫിനേഷൻ ശ്രദ്ധിച്ച മക്കള്, വിശേഷൻ ശബ്ദ ജിൻകാ വിശേഷത ബത്താത്തെ ഹേ വേ വിശേഷ കർത്തെ ഹേ. വിശേഷൻ ശബ്ദ വിശേഷിപ്പിക്കുന്ന ആ ഒരു വേർഡ്, ജിൻകാ വിശേഷത ആരുടെ വിശേഷതയാണോ, ബത്താത്തെ ഹേ പറയുന്നത്, വേ അതിനെ നമ്മൾ എന്ത് പറയുന്നു, വിശേഷിക്കത്തെ വിശേഷ്യ എന്ന് പറയുന്നു. അപ്പൊ സാധനം എന്താണ്, സിമ്പിൾ ആണ്. ഇപ്പൊ നോക്കിക്കേ, കാലി ബില്ലി അല്ലെ, കറുത്ത പൂച്ച, ബ്ലാക്ക് കാറ്റ് എന്ന് നമ്മൾ പറയാണ്. അപ്പൊ ഈ കാറ്റ് ആരായിരിക്കും, കാറ്റ് എന്ന് പറയുന്നത് വിശേഷയായിരിക്കും. കാറ്റിനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അതുകൊണ്ട് വിശേഷ്യ ആരാണ്, കാറ്റ് ആയിരിക്കും. കാലി ബില്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കറുത്ത പൂച്ച എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കറുത്ത എന്ന് പറയുന്ന ആൾ ആരായിരിക്കും, വിശേഷനായിരിക്കും അല്ലെ. വിശേഷൻ കറുത്തയായിരിക്കും, ബില്ലി എന്തായിരിക്കും, വിശേഷ്യ ആയിരിക്കും. ഇത് മക്കൾ തെറ്റിക്കാൻ പാടില്ല. അപ്പൊ ഈ ഒരു കാര്യത്തിലൊക്കെ എന്താണ്, വിശേഷണം വിശേഷ്യം മക്കൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ബൈ.